ഗുഡ് മോർണിംഗ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് തേഴ്സ്ഡേ വ്യാഴാഴ്ചയാണ്. സെൻസെക്സിന് മന്ത്ലി എക്സ്പയറി ഉള്ള ഡേ ആണ്. കുറച്ച് ക്രൂഷ്യൽ ഡേ ആണ്. ആൻഡ് മാർക്കറ്റ് ഹൈലി വോളറ്റൈൽ ആവാൻ ചാൻസ് ഉള്ള ഡേയും കൂടിയാണ്. ഓൾമോസ്റ്റ് മന്തിനും കൂടിയാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്തിൽ നടന്നിട്ടുള്ളൊരു സിംഗുലർ മൊമെൻറ്റം ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു വോളറ്റാലിറ്റി ഇല്ലായിരുന്നു. ബട്ട് സെൻസെക്സിൽ ഇന്ന് എങ്ങനെയാണ് വോളറ്റാലിറ്റി ഉണ്ടാവുമോ സിംഗുലർ മൊമെൻറ്റം ആയിരിക്കുമോ എന്നുള്ളത് ലിറ്റിൽ ബിറ്റ് കൺസേൺ ആണ്. ടുഡേ എന്ന് എന്തൊക്കെയാണ് പ്രോബിലിറ്റി ഉള്ളതെന്ന് നോക്കാം. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സിൽ മാർക്കറ്റിൽ 82,500 ലെവൽ നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ടുണ്ട്. ആൻഡ് സപ്പോർട്ടായിട്ട് 82,000 ഉണ്ട്. ഓക്കെ, പിന്നെ മേജർ ലെവലായിട്ടുള്ള 83,000 ആണ് ലെവൽസ് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ ഇപ്പോൾ കറൻ്റ് ഉള്ളത്. ഓക്കെ, ആൻഡ് ഇവിടുത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റിൽ ഡയറക്റ്റ്ലി ഉള്ളൊരു മാർക്കറ്റിൽ റിവേഴ്സൽ മൊമെൻറ്റം കാരണം ആൻഡ് മാർക്കറ്റിൻ്റെ ഓപ്പൺ റേഞ്ചും ആൻഡ് 82,500 പ്രീവിയസ് ഡേ ക്ലോസിംഗ് റേഞ്ചും എല്ലാം മൾട്ടിപ്പിൾ ബ്രേക്ക് ഡൗൺ കിട്ടി നിൽക്കുന്ന കണ്ടീഷനിൽ ഈ ഒരു ഓൾമോസ്റ്റ് 3 hour സ്പെൻഡിങ്, അതായത് ഈ ഒരു ഫോളിനേഷനുള്ള മാർക്കറ്റിൽ ഈ ഒരു 3 hour സ്പെൻഡിങ്ങിൽ കമ്പാരിറ്റീവ്ലി ബയറേക്കാട്ടിയും കൂടുതൽ സെല്ലർ ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മളൊരു കൺസേൺ, ഇവിടെ അടിക്കുന്നൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ അതാണ് കമ്പാരിറ്റീവ്ലി ബയറേക്കാട്ടിയും കൂടുതൽ മോർ പാർട്ടിസിപ്പേഷൻ സെല്ലേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ അവരെ ടാർഗറ്റ് ചെയ്യാൻ ബൈയിങ് എടുക്കുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഫ്ലാറ്റ് ഗ്യാപ് ഡൗൺ ഗ്യാപ്പ് അപ്പിലും ബൈയിങ്ങിലുള്ളൊരു പ്രോബിലിറ്റിയാണ്. ഈ ബൈയിങ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം മാർക്കറ്റ് ഫ്ലാറ്റും ഗ്യാപ് ഡൗണും ഒരു ലോവർ ലെവൽ കിട്ടാനുള്ളൊരു വെയിറ്റിംഗ് നമ്മൾ കൊടുക്കണം. ഇവിടെയും ഒരു വെയിറ്റിംഗ് ലോവർ ലെവൽ കിട്ടാനും, പക്ഷേ ഈ ലെവലിൻ്റെ അടിയിലോട്ട് പോകും തോറും നമുക്ക് റിസ്ക് ആണ്. 82,000 ബിലോ പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് റിസ്ക് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ മേലെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യും തോറും നമുക്ക് ബൈങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ഹൈ ആയിരിക്കും. ഡയറക്റ്റ്ലി മാർക്കറ്റിലൊരു പെട്ടെന്ന് തന്നെ ഒരു ക്വിക്ക് റിജക്ഷൻ വരുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബെറ്റർ ആണ്. ഒന്നുകൂടി നമുക്ക് ബൈയിങ് എടുക്കാനുള്ളൊരു പ്രോബിലിറ്റി കൂടും. ആൻഡ് ഗ്യാപ്പ് അപ്പിൽ നമുക്ക് ബൈയിങ് കൂളായിട്ട് എടുക്കാം. മാർക്കറ്റിലൊരു സം കൈൻഡ് ഓഫ് റീട്രേസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈയിങ് എടുക്കാൻ പറ്റും. ഇതാണ് കറൻറ്റ്ലി ഉള്ളൊരു കണ്ടീഷൻ. സിമിലർ ആണ് ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് നല്ലൊരു കൺഫർമേഷൻ ഉണ്ട്. റൗണ്ട് നമ്പർ ആയിട്ടുള്ള 25,500 മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൻ്റെ ബിലോ ക്ലോസിംഗ് ആണ്. അപ്പോൾ ഇതിലും സിമിലർലി ഓപ്പൺ റേഞ്ചും ഈ റൗണ്ട് നമ്പറും കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങും മൾട്ടിപ്പിൾ ബ്രേക്ക് ഡൗൺ നടന്ന് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആകുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇവിടെ സെല്ലർ ഉണ്ടാവത്തുള്ളൂ. ബയർ ഉണ്ടാവില്ല എന്നല്ല, ബയർ ഉണ്ടാവാം വളരെ മിനിമലായിരിക്കും. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യാന്നുള്ളൊരു കണ്ടീഷൻ, ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നിഫ്റ്റിയിലായാലും 25,538 ആൻഡ് റൗണ്ട് നമ്പർ ആയിട്ടുള്ള ഈ നമ്പർ കിടക്കുന്നുണ്ട്. ആൻഡ് ഇതൊരു മേജർ സപ്പോർട്ടാണ്. മാർക്കറ്റിൽ മൾട്ടിപ്പിൾ ടൈംസ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള സപ്പോർട്ടാണ്. ഇപ്പോൾ സാധാരണ ഈ ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് റിവേഴ്സ് ആവാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മാർക്കറ്റിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഇത് സസ്റ്റെയിൻ ആവാനുള്ള ചാൻസസും വളരെ ലെസ്സറാണ്. ആൻഡ് മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് മാർക്കറ്റിൽ അത് കൂടുതൽ നേരം ഹോൾഡ് ചെയ്തെടുക്കാൻ ചാൻസസ് ഇല്ല. അപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ മാർക്കറ്റ് അടുത്ത അറ്റംപ്റ്റിൽ മാർക്കറ്റ് പോസിറ്റീവ് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി മാർക്കറ്റിൽ പക്ക നെഗറ്റിവിറ്റി വരേണ്ട ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു പോയിന്റ് ഓഫ് വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലും സിമിലർലി മാർക്കറ്റിൽ എന്താണെന്ന് വെച്ചാൽ കറണ്ട് സിറ്റുവേഷനിൽ ബയർ എസ് എല്ലാം അവൈലബിൾ അല്ല. കാരണം ഡയറക്റ്റ് മാർക്കറ്റിൽ ഈ ബ്രേക്ക് ഔട്ട് നടന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്നത് സെല്ലർ എസ് എൽ ക്രിയേറ്റ് ആവാൻ ചാൻസ് ഉള്ളൂ. ക്ലോസിങ് ഇതിൻ്റെ അബോവ് ഒരു ക്ലോസിങ് പോലെ വെച്ചിട്ടുണ്ടെങ്കിലും റാൻഡമായിട്ടുള്ള സെല്ലർ എസ് എൽ ഉണ്ടാവും. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യുക. 2 ഇൻഡെക്സിനും ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, അതായത് നിഫ്റ്റിയും സെൻസെക്സും. ടോട്ടൽ നെറ്റ് നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇനി ആഫ്റ്റർ മാർക്കറ്റ് കാണാം. ഓക്കെ, താങ്ക് യു.